പ്രാദേശിക രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചൂടിൽ മാനന്തവാടി നഗരസഭയിലെ ചെറ്റപ്പാലം വാർഡ് ഒരു അപൂർവ പോരാട്ടത്തിന് വേദിയായി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ സി കുഞ്ഞബ്ദുള്ള 25 വോട്ടുകൾക്ക് വിജയം നേടി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഇളയ സഹോദരൻ സി ആബൂട്ടിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മാനന്തവാടി നഗരസഭയുടെ പ്രാന്തപ്രദേശമായ ചെറ്റപ്പാലം വാർഡ് ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ വാർഡുകളിൽ ഒന്നായി മാറി. കേവലം ഒരു വാർഡിന്റെ ഫലത്തിനപ്പുറം രണ്ട് പ്രമുഖ മുന്നണികൾ തമ്മിലുള്ള അഭിമാന പോരാട്ടമായും ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള വാശിയേറിയ മത്സരമായും ഇത് വിലയിരുത്തപ്പെട്ടു. വോട്ടെണ്ണൽ ദിനം ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു ചെറ്റപ്പാലം. രാവിലെ മുതൽ മാറിമറിഞ്ഞ ലീഡുകൾക്കൊടുവിൽ കുഞ്ഞബ്ദുള്ളയുടെ വിജയം പ്രഖ്യാപിച്ചപ്പോൾ UDF ക്യാമ്പുകളിൽ ആഹ്ലാദ തിമിർപ്പായി. കുഞ്ഞബ്ദുള്ള 350 വോട്ടുകൾ നേടിയപ്പോൾ എതിരാളിയും സഹോദരനുമായ ആബൂട്ടിക്ക് 325 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. കേവലം 25 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിനാണ് മൂത്ത സഹോദരൻ അനുജനെ വീഴ്ത്തി കന്നിങ്കയത്തിൽ തന്നെ വിജയം സ്വന്തമാക്കിയത്. സി കുഞ്ഞബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മത്സരമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ എതിരാളിയായ ആബൂട്ടിക്ക് മുൻപ് 2 തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ പരിചയ സമ്പത്തുണ്ടായിരുന്നു. ആ മുൻപരിചയം വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1967 മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ MSF യൂണിറ്റ് സെക്രട്ടറി ആയിക്കൊണ്ടാണ് കുഞ്ഞബ്ദുള്ളയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. ഒരു വിദ്യാർത്ഥി നേതാവായി തുടങ്ങി പിന്നീട് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും ചുമട്ട് തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാണ്. നൂറ്റാണ്ടിലേറെയായി നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം ചെറ്റപ്പാലം വാർഡിലെ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. കൂടാതെ 1/4 നൂറ്റാണ്ടായി മാനന്തവാടി ടൗൺ ചുമട്ട് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും ക്ഷേമനിധി ബോർഡ് അംഗവുമാണ് കുഞ്ഞബ്ദുള്ള. തൊഴിലാളികൾക്കിടയിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന് വേണം കരുതാൻ. മറുവശത്ത് ആബൂട്ടിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് CPM-ലൂടെയാണ്. 1980 മുതൽ അദ്ദേഹം CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. 1992 പാർട്ടി അംഗത്വം നേടി. CPIM മാനന്തവാടി ടൗൺ ബ്രാഞ്ച് അംഗമാണ് അദ്ദേഹം നിലവിൽ. മുൻപ് മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന സമയത്തും പിന്നീട് നഗരസഭയായ ശേഷമുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ആബൂട്ടി മത്സര രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഈ 2 ശ്രമങ്ങളിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. പരിചയസമ്പന്നനായിട്ടും സഹോദരനോടുള്ള ഈ തോൽവി LDF ക്യാമ്പുകൾക്ക് ഇരട്ടി പ്രഹരമായി. കുടുംബ ബന്ധങ്ങളെ രാഷ്ട്രീയ മത്സരത്തിനായി മാറ്റിവെച്ച ഈ സഹോദരന്മാരുടെ പോരാട്ടം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു. ഈ മത്സരം വ്യക്തിപരമായ വൈരാഗ്യമല്ല, മറിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് തെളിയിച്ചതെന്ന് ഇരുവരും പ്രതികരിച്ചു. സംസ്ഥാനത്തെ LDF-ന്റെ പരമ്പരാഗത കോട്ടകളിൽ പോലും UDF അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുന്നത് ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഭരണവിരുദ്ധ വികാരവും പ്രാദേശിക വിഷയങ്ങളിലുള്ള ജനങ്ങളുടെ അസംതൃപ്തിയുമാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം NDAയും ഇത്തവണ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളിലെയും നിർണായക ശക്തിയായി മാറാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. മാനന്തവാടിയിലെ ചെറ്റപ്പാലം വാർഡ് ഫലം UDF-ന്റെ മൊത്തത്തിലുള്ള വിജയക്കൊയ്ത്തിന് കരുത്തു പകരുന്ന ഒന്നായി മാറി. പുതുമുഖമായി വന്ന വിജയം നേടാനായത് കുഞ്ഞബ്ദുള്ളയ്ക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും. 25 വോട്ടുകൾക്ക് തോറ്റെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെച്ച ആബൂട്ടി തന്റെ രാഷ്ട്രീയ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചു. തോൽവി അംഗീകരിക്കുമ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കായി തുടർന്നും പോരാടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രാദേശിക രാഷ്ട്രീയം, കുടുംബ ബന്ധങ്ങൾ, വാശിയേറിയ മത്സരം എന്നിവയുടെ എല്ലാം സമന്വയമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. മാനന്തവാടി നഗരസഭയുടെ കൗൺസിലിലേക്ക് ഇനി കുഞ്ഞബ്ദുള്ള ജനപ്രതിനിധിയായി എത്തും. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം പുറത്തുവരും. എങ്കിലും ചെറ്റപ്പാലം വാർഡിലെ ഈ സഹോദര പോരാട്ടം ഈ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഒരു ഏടായി എന്നും നിലനിൽക്കും. അടുത്ത 5 വർഷത്തേക്ക് മാനന്തവാടി നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ കുഞ്ഞബ്ദുള്ളയുടെ പങ്ക് നിർണായകമാകും. ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വവും ഒന്നിച്ചു ചേർന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു ചെറ്റപ്പാലം വാർഡിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഈ വിജയം UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു.